മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് നല്ലൊരു ദോശ ഉണ്ടാക്കിയാലോ? എന്തുകൊണ്ടാണെന്ന് അറിയണ്ടേ? ആദ്യം നമുക്ക് കുറച്ച് കപ്പ പുഴുങ്ങിയെടുക്കാം. എന്നിട്ട് അതും ഒരു ഗ്ലാസ് അരി, എന്നും നമ്മൾ അര ഗ്ലാസ് ഉഴുന്നായിരുന്നെങ്കിൽ ഒരു ഗ്ലാസ് ഉഴുന്ന് മതി നമുക്ക്. എന്നിട്ട് അതെല്ലാം കൂടെ അരച്ചെടുക്കുക. എന്നിട്ട് അരച്ചെടുത്തിട്ട് പുളിപ്പിച്ച് 5 മണിക്കൂർ വെച്ച് പുളിച്ച ശേഷം, ഇല്ല അന്നേരം വേണേലും ഉണ്ടാക്കാം കേട്ടോ, കപ്പയായതുകൊണ്ട്. ഇതാ കണ്ടോ, ദോശ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത്. എന്നിട്ട് നമുക്കത് കലക്കി ദോശക്കല്ലിലോട്ട് അതരച്ച് കലക്കിയതാണ്. ദോശക്കല്ലിലോട്ട് ഒഴിച്ചെടുക്കാം. കപ്പ ഒന്ന് പുഴുങ്ങിയെടുക്കണം കേട്ടോ. പച്ചക്ക് അരച്ചാൽ ചിലപ്പോൾ ഒരു കയ്പില്ല, എന്നാലും പഴയ കാലത്തെ നമുക്ക് ഉള്ള ഒരു ഇതല്ലേ കപ്പ തിളപ്പിച്ച് കൂറ്റണമെന്നുള്ളത്. എന്നിട്ട് ഇങ്ങനെ ദോശ ഓരോന്ന് കോരി അയച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. സാധാരണ ദോശ പോലെ തന്നെ കണ്ടോ. അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യുക. ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ. പച്ചക്കപ്പ കൊണ്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം. എന്നിട്ട് നമുക്കതാ ഒരു മറിച്ചിട്ട് കൊടുക്കാം. അപ്പം അതിനൊരു കറിയും വേണ്ടേ, നമുക്ക് ചിക്കൻ തന്നെ എടുക്കാം. ചിക്കനാകുമ്പം കപ്പയുടെ ദോശ ആയതുകൊണ്ട് ചിക്കനാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് ദോശയ്ക്കകത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കത് മുറിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് കഴിക്കാം. പച്ചക്കപ്പയുടെ ദോശ. എന്ത് രുചിയാ! നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. കണ്ടോ, ദോശയ്ക്ക് ഒരു കുഴപ്പമില്ല, നല്ല. നമുക്ക് അടുത്തതും അതുപോലെ ഒഴിച്ചു കൊടുക്കാം. പച്ചക്കപ്പ കൊണ്ടും നമുക്ക് ദോശ ഉണ്ടാക്കാം. ഒരു അര ഗ്ലാസ് അരി എടുക്കണം കേട്ടോ. കപ്പ മാത്രം കൊണ്ട് ഒരു ബലം കിട്ടൂല. എന്നാലും കപ്പ കൂടുതലെടുക്കുക, അരി ഒന്നും കുറച്ചെടുക്കുക, ഒരു പിടുത്തത്തിന് മാത്രം. നമുക്ക് ഉതിരും പുട്ടുമൊക്കെ ഉണ്ടാക്കുമ്പോൾ കപ്പ മാത്രം മതി. ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. അതിന് നല്ലൊരു ചിക്കൻ കറി. കണ്ടോ ദോശ, കണ്ടോ.
അടുത്തത് നമുക്കങ്ങനെ തന്നെ എനിക്ക് ക്യാമറമാനായിട്ടില്ല, ഞാൻ തന്നെ ഒരു കൈ കൊണ്ട് എടുക്കുന്നതാണ്. അതാണ് ഫോട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചലിക്കുന്നത്. നിങ്ങളെല്ലാം ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യുക. എൻ്റെ ചാനൽ മറന്നുകൊണ്ട്. അപ്പോൾ ചാനൽ കേരളം ബൈ ശോശാമ്മ. കപ്പ പൊളിച്ച് പുഴുങ്ങിയെടുക്കുക ഇതുപോലെ, കണ്ടോ. എന്നിട്ടത് മിക്സിയിൽ ഇട്ടൊന്ന് അടിച്ചെടുക്കുക. അരിയൊക്കെ അരയ്ക്കുന്ന പോലെ നമ്മളതൊന്ന് അരച്ചെടുക്കുക. എന്നിട്ട് കണ്ടോ, ഞാൻ 1/2 കിലോ കപ്പ എടുത്തു പുഴുങ്ങി. ഒരു പിടി ഉഴുന്ന്, ഒരു 1/4 ഗ്ലാസ് കാണും അളവിന് പറയുകയാണെങ്കിൽ. 1/2 ഗ്ലാസ് അരി, പച്ചക്കപ്പയും കൊണ്ടും ദോശ ഉണ്ടാക്കാം. അതിന് കറി നമ്മൾ ചിക്കനോ മീനോ ബീഫോ മട്ടനോ നമുക്ക് ഏതാ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ കറി എടുക്കാം. ഉണ്ടോ, ദോശ. പച്ചക്കപ്പ കൊണ്ട് ദോശ ഉണ്ടാക്കിയത്. പച്ചക്കപ്പ കൊണ്ട് ദോശ ഉണ്ടാക്കിയത്.